ബിഎൽഒമാർക്കെതിരെ CPM നടത്തുന്ന ഈ കാടത്തരം തുറന്നു കാണിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കാലങ്ങളായി CPM നടത്തുന്ന വോട്ടുകളിലേക്ക് തടയിടുന്ന SIR നടപടിക്കെതിരെ CPM നടത്തുന്ന ഈ ആക്രമണം അധിക നാള് അവർക്ക് തുടരുവാനാകില്ല. കാസർഗോഡ് ബൂത്ത് ലെവൽ ഓഫീസറെ കയ്യേറ്റം ചെയ്യുന്ന വീഡിയോ സഹിതമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസം മുൻപായിരുന്നു കണ്ണൂരിൽ അനീഷ് എന്ന BLO ആത്മഹത്യ ചെയ്തത്. CPM സമ്മർദ്ദം മൂലമാണെന്ന് തെളിഞ്ഞതാണത്. കങ്കോൽ പഞ്ചായത്തിൽ BLOമാരെ നിയന്ത്രിച്ച് അവിടെ CPM കള്ളവോട്ട് ചെയ്യാറുണ്ടായിരുന്നു. അതിന് സാഹചര്യം ഒരുക്കുവാനാണ് അനീഷിനെ ഭീഷണിപ്പെടുത്തിയതെന്ന് തെളിയിക്കുന്ന ഓഡിയോ റെക്കോർഡ് കോൺഗ്രസ് പുറത്തുവിട്ടു. അതിന് പിന്നാലെ ഇതാ മറ്റൊരു BLO ഭീഷണിപ്പെടുത്തുന്ന രംഗങ്ങളും വൈറലാവുകയാണ്. ദേലമ്പാടി പയറടുക്കയിൽ BLO P അജിത്തിനെ പഞ്ചായത്ത് അംഗവും CPM പ്രവർത്തകനുമായ സുരേന്ദ്രൻ കയ്യേറ്റം ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം SIR ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ജീവനൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന BLOയുടെ ഓഡിയോ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പൂഞ്ഞാർ മണ്ഡലത്തിലെ 110 ബൂത്തിലെ BLO ആന്റണിയാണ് ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഓഡിയോ പങ്കുവച്ചത്. ഇടുക്കിയിൽ പോളിടെക്നിക് ജീവനക്കാരനാണ് ആന്റണി. SIR ജോലികളുമായി ബന്ധപ്പെട്ട് ഭയങ്കര മാനസിക സമ്മർദ്ദത്തിലാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്ന് തങ്ങളെ എല്ലാ തരത്തിലും ചൂഷണം ചെയ്യുകയാണെന്നുമാണ് ആന്റണിയുടെ ആരോപണം. മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചാണ് ഈ പണി ചെയ്യിപ്പിക്കുന്നതെന്നും ഈ അടിമപ്പണി ദയവ് ചെയ്ത് നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കടുത്ത ജോലി സമ്മർദ്ദമാണ് ഇപ്പോഴും BLOമാർ നേരിടുന്നത്. എന്യൂമറേഷൻ ഫോമുകൾ ഉടൻ തിരിച്ചു വാങ്ങണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. എന്നാൽ ഫോം വിതരണം ചെയ്യാൻ ബാക്കിയുള്ള വോട്ടർമാരെ കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് BLOമാർ ഉള്ളത്. ഇതിനിടയിൽ ഫോം അപ്ലോഡ് ചെയ്യുന്ന ആപ്പ് ഇടയ്ക്കിടയ്ക്ക് പണി മുടക്കുന്നതും തലവേദനയാവുകയാണ്. ഇതിനിടയിലാണ് CPM ആക്രമണ രാഷ്ട്രീയവും ഇവരെ അനീഷിന്റെ മരണത്തിൽ വഴിത്തിരിവായത് കോൺഗ്രസ് BLO വൈശാഖിന്റെ ഇടപെടലായിരുന്നു. BLOയെ വല്ലാത്ത മാനസിക സംഘർഷത്തിൽപ്പെടുത്തിയതിന് പിന്നിൽ CPM ആണെന്നും ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവായ മാർട്ടിൻ ജോർജ് രംഗത്ത് വന്നതോടെയാണ് സത്യങ്ങൾ പുറം ലോകം അറിയുന്നത്. അനീഷിന്റെ കൂടെ ബ്രാഞ്ച് സെക്രട്ടറി ചന്ദ്രനും DYFI നേതാവ് പ്രമോദും വീടുകളിൽ കയറി ഫോം നൽകാൻ പോയി എന്നും അദ്ദേഹത്തിന്റെ ആരോപണത്തിലുണ്ടായിരുന്നു. CPMന്റെ അതിപ്രസരമുള്ള പഞ്ചായത്താണ് കങ്കോൽ. BLOയായ റഫീഖ് ശക്തമായിട്ട് ഭീഷണിപ്പെടുത്തി അനധികൃത വോട്ടുകളാണ് അവിടെ നടക്കുന്നത്. വോട്ടർ പട്ടിക പരിഷ്കരണം വന്നാൽ പരിശോധന നടക്കും. അപ്പോൾ അവിടെ നടക്കുന്നതെല്ലാം കള്ളവോട്ടുകളായി മാറുമെന്നും വൈശാഖിനെ ഒഴിവാക്കിയതിന് പിന്നിൽ അതാണ് കാരണമെന്നും CPM തടയുമെന്ന് പറഞ്ഞുകൊണ്ട് വൈശാഖ് പിന്നെ പോയില്ല എന്നും വൈശാഖിനെ കൂട്ടിയാൽ എന്താണ് കുഴപ്പം അദ്ദേഹം ചോദിക്കുന്നതും കൂടാതെ വീടുകളിലേക്ക് എന്യൂമറേഷൻ ഫോമായി പോകുന്നതിന് 3 പ്രധാന മുന്നണികളുടെ നേതാക്കൾ അനീഷെ സമ്മർദ്ദത്തിലാക്കിയിരുന്നെന്നുമാണ് കഴിഞ്ഞ ദിവസം തെളിഞ്ഞത്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ വീട് കയറാവൂ എന്നതായിരുന്നു നിർദ്ദേശം. പ്രതികരിച്ചാൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന ആശങ്ക അനീഷ് സഹപ്രവർത്തകരോട് പങ്കുവച്ചത് വഴിത്തിരിവായി മാറി. രാഷ്ട്രീയ സമ്മർദ്ദത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ജോലികൾ പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന ചിന്തയും ജീവനെടുക്കാൻ കാരണമായി എന്നാണ് കണ്ണൂർ ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അനീഷിന് യാതൊരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ CPMനെതിരാണെന്ന് പറയുമ്പോൾ അതിനെയെല്ലാം തേച്ച് മായ്ച്ച് കളയാനാണ് പാർട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് തെളിവായിട്ട് ഒരു വീഡിയോ കൂടി വരുന്നത്. ആ ഭീഷണിപ്പെടുത്തുന്ന ചില രംഗങ്ങൾ കൂടി ചേർക്കുന്നു. നീ എന്താ